മനുഷ്യന്റെ ഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ ഇതുവരെ വരച്ചിട്ടില്ലാത്തതുമായ രണ്ട് തിരുമുഖ ചിത്രങ്ങളാണ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. രണ്ട് തിരുമുഖങ്ങൾ. ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും, ഈശോയുടെ ചിത്രങ്ങളും ഏതെങ്കിലും ഒരു കലാകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ വരയ്ക്കാത്തതുമായ രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തത് ഈശോയുടെ കാൽവരിയിലേക്കുള്ള പീഡാസഹന വഴികളിൽ, കുരിശിന്റെ വഴിയിൽ ഭക്തയായ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചപ്പോൾ ആ തൂവാലയിൽ ഈശോ പതിപ്പിച്ചു കൊടുത്ത ഈശോയുടെ തിരുമുഖമാണ്. വേറോനിക്കായിക്ക് ഈശോയുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തൻ്റെ തൂവാലയെടുത്ത് ക്രിസ്തുവിൻ്റെ രക്തം പുരണ്ട തിരുമുഖം തുടച്ചപ്പോൾ ആ തിരുമുഖത്തിൻ്റെ ഛായ ഈശോ വേറോനിക്കായുടെ കയ്യിലെ തൂവാലയിൽ പതിപ്പിച്ചു കൊടുത്ത മഹാസംഭവം ഉണ്ടാകുന്നത് ഈശോ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രാവേളയിലാണ്. ഇതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശോയുടെ തിരുമുഖം വേറോനിക്കായുടെ കയ്യിലെ തൂവാലയിൽ ലഭിച്ച തിരുമുഖത്തിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തത് ഈശോയുടെ മരണത്തിന് ശേഷം മൃതശരീരം കല്ലറയിൽ അടക്കിയപ്പോൾ ആ മൃതശരീരത്തെ പൊതിയാൻ ഉപയോഗിച്ച തിരുക്കച്ചയിൽ ഉത്ഥാന സമയത്ത് അതിൽ പതിഞ്ഞ മറ്റൊരു തിരുമുഖമാണ്. ഈശോയുടെ തിരുക്കച്ചയിൽ പതിഞ്ഞ തിരുമുഖമാണ് രണ്ടാമത്തെ തിരുമുഖം. അപ്പൊ അങ്ങനെ രണ്ട് തിരുമുഖങ്ങൾ മാത്രമേ മനുഷ്യൻ വരയ്ക്കാത്തതായി ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2013 നവംബർ 15 ബലിയർപ്പണ സമയത്ത് വിളക്കന്നൂര് തിരുമുഖത്തിന്റെ ചിത്രം അതിൽ പതിയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ തിരുമുഖത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇത് ലോകം മുഴുവൻ അറിയുകയും യഥാർത്ഥത്തിൽ ഈശോ എങ്ങനെയായിരുന്നു, ഈശോയുടെ രൂപം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സഹായകമായ ശ്രദ്ധേയമായ ഒരു രൂപമായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് എല്ലാം വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്.